ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കുന്നത് ക്ലാസ് 4 മാത്സിൻ്റെ ടേബിൾസ് ആൻഡ് ഷെയർസ് എന്ന് പറയുന്ന ലെസണിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് 2 പാർട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും അത് കാണുക. കണ്ട ശേഷം ഇത് കാണുക. ഓക്കെ. ചിൽഡ്രൻ ആൻഡ് ദെയർ ഗ്രാൻഡ് ഫാദർ, കുട്ടികളും മുത്തശ്ശനും. രാശി, സീമ, മൃദുൽ, രോഹിത് ആൻഡ് ലോകേഷ് ആസ്ക്ഡ് ദെയർ ഗ്രാൻഡ് ഫാദർ ടു ഗീവ് ദ മണി ഫോർ എ ഫെയർ. ഇവർ 5 പേരും അവരുടെ അപ്പൂപ്പനോട് അവർക്കൊരു മേളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസ ചോദിക്കുകയാണേ. അപ്പോൾ അപ്പൂപ്പൻ എന്താ പറയുന്നത്? ഐ ഹാവ് 70 റുപ്പീസ് ഇൻ മൈ പോക്കറ്റ്. എൻ്റെ പോക്കറ്റിൽ ഒരു 70 രൂപയുണ്ട്. ടെൽ മീ ഹൗ ടു ഷെയർ മണി ഈക്വലി എമംഗ് ഓൾ ഓഫ് യു. ഒരുപോലെ നിങ്ങൾ എത്ര പേരുണ്ട്? 5 പേര്. 5 പേർക്കും ഈ പൈസ എങ്ങനെ ഡിവൈഡ് ചെയ്ത് തരാമെന്ന് പറയുക. ഇഫ് യു ആർ റൈറ്റ് യു ഗെറ്റ് ദിസ് മണി. നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്, പൈസ ഞാൻ തരാം. ഈ ഒരു മെത്തേഡിൽ പറയണേ. റാഷി ആൻഡ് സീമ തോട്ട് ഫോർ എ വൈൽ ആൻഡ് സെഡ് വി നോ ഹൗ ടു ഡു 70 ഡിവൈഡഡ് ബൈ 5. 75 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് എനിക്കറിയാം എന്നാണ് പറയുന്നത്. സീമ സ്റ്റാർട്ട് ചെയ്യുവാണേ. സീമ പറയാണ്, ഫസ്റ്റ് ഐ ഗേവ് ₹10 ടു ഈച്ച് വൺ ഓഫ് അസ്. നമ്മൾ 5 പേർക്കും 10 രൂപ വെച്ച് കൊടുക്കുക. അപ്പോൾ എത്രയായി നമുക്ക്? പിന്നെ 10 രൂപ വെച്ച് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ 10 പൈസ എത്ര കിട്ടി? 50 ഉണ്ടോ? 50. 10 പൈസ 50. മൈനസ് ചെയ്തപ്പോൾ ബാക്കി എത്ര ഉണ്ടായി? 20 രൂപ പിന്നെയും ബാക്കി വന്നു. ശരിയല്ലേ? 20 രൂപ ബാക്കി പിന്നെയും ഉണ്ട്. അപ്പോൾ ആ 20 രൂപ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആ ബാക്കി വരുന്ന 20 രൂപയെ നമ്മൾ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ എളുപ്പമാർഗം ഈ 5ൻ്റെ ടേബിളിൽ 20 എപ്പോൾ വരുന്നു എന്ന് ചിന്തിക്കുക. 5 4s are 20 അല്ലേ? 5 4s are 20 ആണ്. അപ്പോൾ 4 രൂപ വെച്ച് വീണ്ടും എല്ലാവർക്കും കൊടുക്കുക. 4 രൂപ വെച്ച് 5 പേർക്ക് വീണ്ടും 4 രൂപ വെച്ച് നമ്മൾ കൊടുത്തപ്പോൾ ആ 20 റുപ്പീസ് കംപ്ലീറ്റ് ആയി. സോ റിമൈനിങ് ഒന്നുമില്ല. അപ്പോൾ എത്ര രൂപ അവർക്ക് ഓരോരുത്തർക്കും കിട്ടും? 14 റുപ്പീസ് ഓരോരുത്തർക്കും കിട്ടും. ഇനി വേറൊരു മെത്തേഡ് പറയണേ. മൃദുൽ ആൻഡ് ലോകേഷ് ആർ ട്രൈങ് 70 ഡിവൈഡഡ് ബൈ 5 ഡിഫറെൻ്റ്. ഇവർ രണ്ടുപേരും കൂടെ വേറൊരു രീതിയിൽ ചെയ്യുകയാണേ. ആൻസർ നമുക്ക് എങ്ങനെയായാലും സെയിം ആയിരിക്കും കിട്ടുന്നത്, പക്ഷെ മെത്തേഡ് പറയുകയാണ്. ഇവിടെ ആദ്യം നമ്മൾ 10 റുപ്പീസാണ് ഓരോരുത്തരും കൊടുക്കുക. പക്ഷേ ഇവിടെ 5 രൂപ വെച്ച് 5 പേർക്കും കൊടുക്കും. അപ്പോൾ എത്രയായി? 5 5s are 25. 5 5s are 25. മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 45 വന്നു. ഈ 45 നമുക്ക് നോക്കാം. 45ൽ നിന്ന് ഇനി അടുത്ത ഒരു 6 രൂപയോടാണ് അവർ വീണ്ടും കൊടുത്തത്. പിന്നെ ഒരു 6 രൂപ വെച്ച് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ 6 രൂപ വെച്ച് കൊടുത്തപ്പോൾ എത്ര കിട്ടി? 6 5s are 30. പക്ഷെ പിന്നെയും ബാക്കി വന്നു. എത്ര ഉണ്ട്? യെസ്, 5 - 0 5, 4 - 3 1. അപ്പോൾ ഈ 15 എന്ന് പറയുന്നത്, ഇത് എളുപ്പം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. 15 എന്ന് പറയുന്നത് ഏതാണ്? 5ൻ്റെ ടേബിളിൽ ഇവിടെ നമുക്ക് 15 ആയിട്ട് ഈ 15 5ൻ്റെ ടേബിളിൽ എത്ര വരുമ്പോഴാണ് കിട്ടുന്നത്? യെസ്, 3 5s are 50 അല്ലേ? അപ്പോൾ 15 - 15 എത്ര കിട്ടി? 0. അപ്പോൾ എത്ര കിട്ടി? 5 + 6 + 3. 5 + 6 + 3 എത്ര വരും? യെസ്, അഗെയിൻ 14. എങ്ങനെ ആയാലും 14 ആണ് ആൻസർ വരുന്നത്. ചെക്ക് യുവർ ആൻസർ, മൾട്ടിപ്ലൈ ആൻ ആൻസർ ബൈ 5 ആൻഡ് സി ഇഫ് യു ഗെറ്റ് 70. ഇനി ആൻസർ കറക്റ്റ് ആണോ എന്ന് എങ്ങനെ നോക്കും? നമുക്ക് കിട്ടിയ ആൻസർ നോക്കാം. 70 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. ദിസ് ഈസ് ഡിവൈസർ ആൻഡ് ദിസ് ഈസ് കോഷ്യൻറ്റ്. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഈ സംഖ്യ, ഈ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഈ 70 എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഈ കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഇത് കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ ഏതുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അതുകൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടണം. ഈ ഇക്വേഷനാണ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് കോഷ്യൻറ്റും ഡിവൈസറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെയൊക്കെ എന്താണ്? 14 ആണ് കോഷ്യൻറ്റ് കിട്ടിയത്. ആൻസർ ആണ് കോഷ്യൻറ്റ് എന്ന് പറയുന്നത്. കോഷ്യൻറ്റ് നമുക്ക് 14 കിട്ടി. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. സോ 14 × 5 എന്ന് പറഞ്ഞാൽ 17 കിട്ടുമോ നോക്കാം. 5 4s are 20, then 2 remaining.
1 5 5 പ്ലസ് 2 എത്ര കിട്ടി? 70. ആൻസർ കറക്റ്റ് ആണല്ലോ. അപ്പോൾ ആൻസർ കറക്റ്റാണ്, നമുക്ക് മനസ്സിലായി. ഇനി നോക്കിയാൽ ഇവിടെ വേറൊരു നൗ യൂസ് യുവർ ഓൺ മെത്തേഡ് ടു ഡിവൈഡ് 70 ഈക്വലി എമംഗ് 5 പീപ്പിൾ ഇഫ് യു വാണ്ട് ടു മേക്ക് ടു സ്റ്റാർട്ട് ബൈ യൂസിങ് ₹2 ഓഫ് ഈച്ച്. ഇനി നമ്മൾ ഈ 70 നമ്മൾ വേറൊരു രീതി ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ₹2 വെച്ച് 5 പേർക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ₹2 കൊടുക്കുന്നുള്ളൂ. സോ 5 2s എത്ര വരും? 10 അല്ലേ? റിമൈനിങ് എത്ര? 70 മൈനസ് 10 60 അല്ലേ? വീണ്ടും ഞാൻ ₹2 കൊടുക്കുന്നു 5 പേർക്കും. സോ അഗെയിൻ 5 ഇൻറ്റു 2 10 മൈനസ് ചെയ്തേ 0 5 എത്ര കിട്ടി? 50. ഞാൻ വീണ്ടും ഒരു ₹2 അവർക്ക് കൊടുക്കുന്നു. 5 പേർക്കും കൊടുക്കുന്നുണ്ടെന്ന് ഓർത്താണ് ഓരോ പ്രാവശ്യം. സോ 5 2s അഗെയിൻ 10 മൈനസ് ചെയ്യുക 40. വീണ്ടും ഞാൻ ഒരു ₹2 കൊടുത്തവർക്ക്. സോ 5 2s അഗെയിൻ 10 30 അല്ലേ? വീണ്ടും ₹2 ഞാൻ കൊടുത്തു. ദറ്റ്സ് അഗെയിൻ 10 എത്ര കിട്ടി? യെസ് മൈനസ് ചെയ്യുമ്പോൾ 20 വരും. ഈ 20 ചെയ്യുമ്പോൾ നമ്മൾ ₹2 വെച്ച് കൊടുത്തു. അപ്പോൾ 2 5s എത്ര കിട്ടി? 10 മൈനസ് ചെയ്യുമ്പോൾ എഗെയിൻ ഒരു 10 വരും. നമ്മൾ വീണ്ടും ഒരു ₹2 കൊടുക്കുമ്പോൾ 5 2s 10 0. അപ്പോൾ ഇനി എത്ര നമ്മൾ കൊടുത്ത് ₹2 കൊടുത്തെന്ന് നോക്കി. 2 4 6 8 10 12 14 എഗെയിൻ 14 അല്ലേ? നമ്മൾ വീണ്ടും ₹14 കിട്ടി. ഇനി 11 വെച്ച് ചോദിച്ചിട്ടുണ്ട് അവർ. ₹11 വെച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ₹11 എത്ര പേർക്ക് കൊടുത്തു? 5 പേർക്ക്. അപ്പോൾ 11 ഇൻറ്റു 5 11ൻ്റെ ഒക്കെ ടേബിൾ അറിഞ്ഞിരിക്കണം കേട്ടോ. 55 11 5s 55 മൈനസ് ചെയ്യുക. 0യിൽ നിന്ന് 5 പോകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു 10 എടുത്തു. 10 മൈനസ് 5 5. ഇവിടെ ഈ 7ൽ നിന്ന് 10 എടുത്തുകൊണ്ട് ഇവിടെ ഇനി എത്രയേ ഉള്ളൂ? 6 6 മൈനസ് 5 1 15 അല്ലേ? ഈ 15 എന്ന് പറയുന്ന 3യിൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5 3s എളുപ്പമുണ്ട്. 3 5s 15. സോ എത്ര കിട്ടുന്നത്? 11 പ്ലസ് 3 11 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ് അഗെയിൻ 40 അല്ലേ? ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൻ യു സ്റ്റാർട്ട് വിത്ത് ₹15 ടു ഈച്ച്? 15 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താണ്? അത് 70നേക്കാട്ടി കൂടും. നോക്കാം നമുക്ക്. 75 15 വെച്ച് കൊടുത്തെന്ന് വെച്ചോ. 15 വെച്ച് 5 പേർക്ക് കൊടുക്കും. 3 4 5 ആഡ് ചെയ്ത് നോക്കിയേ. 15 പ്ലസ് 15 30 30 പ്ലസ് 15 45 45 പ്ലസ് 15 60 60 പ്ലസ് 15 75 ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് സാധാരണ രീതിയിൽ ഡിവൈഡ് ചെയ്യാനും അല്ലാതെ 2 രീതിയിലും ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഞാൻ ചെയ്തു തരാം. 65 ഡിവൈഡഡ് ബൈ 5. ഞാനിതിന് ഇപ്പോഴും നമ്മളിത് തന്നെ വിചാരിക്കുക. എൻ്റെ കയ്യിൽ ₹65 5 പേർക്ക് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യം ₹10 വെച്ച് 5 പേർക്ക് കൊടുത്തു. ₹10 വെച്ച് കൊടുക്കുമ്പോൾ എത്ര കിട്ടി? 10 5s 50 മൈനസ് ചെയ്തേ. 5 മൈനസ് 0 5 6 മൈനസ് 5 1. അപ്പോൾ ഈ 15 എന്ന് പറയുന്നത് 5ൻ്റെ ടേബിളിൽ എപ്പോഴാണ് വരുന്നത്? യെസ് 3 അല്ലേ? 15 മൈനസ് ചെയ്തു 0. സോ ആൻസർ ഈസ് 13. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 13 ആണ് ആൻസർ. ഇനി അടുത്ത നോക്കാം. 84 ഡിവൈഡഡ് ബൈ 2. 84 ഡിവൈഡഡ് ബൈ 2. എഗെയിൻ ഞാൻ ഈ 2ൻ്റെ 2 പേർക്കാണ് കൊടുക്കുന്നത്. ഞാനൊരു ₹10 വെച്ച് കൊടുത്തെന്ന് വെച്ചു 2 പേർക്ക്. ₹10 വെച്ച്. അപ്പോൾ 10 ഇൻറ്റു 2 എത്ര കിട്ടും? 20 അല്ലേ? മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 4 മൈനസ് 0 4 8 മൈനസ് 2 6. വീണ്ടും ഞാനൊരു ₹10 വെച്ച് 2 പേർക്കും കൊടുത്തു. എഗെയിൻ 20 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 44. വീണ്ടും ഞാനൊരു ₹10 കൊടുത്തു. എത്ര കിട്ടും? 10 2s 20
മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 44 - 20 എത്ര വരും? യെസ് 424 എന്ന് വരും. വീണ്ടും ഞാനൊരു 10 കൊടുത്തു ഇല്ലേ? എത്ര കിട്ടും? 10 2s 20, റിമൈനിങ് 4. വീണ്ടും ഒരു 4 വന്നു. ഈ 4 ലാസ്റ്റ് വന്ന 4 എന്താണ്? 2ൻ്റെ ടേബിളിൽ എപ്പോൾ വരുന്നുണ്ടെന്ന് നോക്കിയേ. യെസ് 2 2s 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 + 10 20 30 40 + 2 42 അല്ലേ? 42 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ 84 / 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42. ഇനി ഇതേ മെത്തേഡിൽ നമ്മൾ രണ്ടെണ്ണം കൂടി ചെയ്യണേ. 72 / 4. മെത്തേഡ് നമുക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെത്തേഡ് വെച്ച് ഞാൻ പറഞ്ഞു. 10 വെച്ച് ഞാൻ 4 പേർക്കും കൊടുത്തെന്ന് വെച്ചോ. 10 + 4 എത്ര കിട്ടും? 10 × 4. 10 4s എത്ര കിട്ടും? 40. സോ 2 റിമൈനിങ് 7 - 4. 7 - 4 എത്രയാണ് കിട്ടുന്നത്? യെസ് 3 32. വീണ്ടും നമുക്ക് 10 വെച്ച് കൊടുക്കാനുണ്ടോ? 10 വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ 40 കിട്ടണം അല്ലേ? ശരിയാണോ? പിന്നെ നോക്കി ഈ 32നെ നമുക്ക് ഡയറക്റ്റായിട്ട് 4ൻ്റെ ടേബിൾ ഉണ്ടോ എന്ന് നോക്കിയേ. 8 4s എത്രയാണ്? യെസ് 32 അല്ലേ? അപ്പോൾ ആൻസർ എത്ര കിട്ടി? 18. ഇനി ഇതല്ലാതെ നമുക്ക് നോർമൽ മെത്തേഡ്, നമ്മുടെ സാധാരണ നോർമൽ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് 108 / 9. ഇപ്പം നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ നോർമൽ മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടേ. ഈ 108 എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ നമ്പർ 1. 1-നകത്തുനിന്ന് നമുക്കൊരു 9 എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്തോ ചെയ്യും? ഈ 10 മൊത്തമായിട്ട് എടുക്കണം. 10-നകത്തുനിന്ന് 9 എടുക്കാൻ പറ്റുമോ? യെസ് 1 ടൈം അല്ലേ? 1 9s 9. ശരിയാണോ? ഇവിടുന്ന് മൈനസ് ചെയ്തേ. 10-ൽ നിന്ന് 9 പോയാൽ എത്രയാണ്? 1. പിന്നെ ബാക്കിയുള്ള ഒരു 8 ഉണ്ട് അല്ലേ? ആ 8 താഴോട്ട് നമ്മൾ നീക്കി എഴുതും. അപ്പോൾ എത്രയായി? 18. 9ൻ്റെ ടേബിളിൽ 18 വരുന്നുണ്ടോ എന്ന് നോക്കി. യെസ് 2. എത്ര? 18 0. നമുക്ക് എത്ര കിട്ടിയത്? 12 എന്നാണ് ആൻസർ കിട്ടിയത്. ഇനി ഇത് ശരിയാണോ എന്ന് എങ്ങനെ നോക്കും? അപ്പം നമുക്ക് എത്ര കിട്ടിയത്? 108 / 9 = 12 എന്ന് കിട്ടി. അപ്പോൾ ഈ ആൻസർ ശരിയാണോ എന്ന് എങ്ങനെ നോക്കും? നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 12 × 9. ഓക്കെ. 9 2s യെസ് 18. 1 is here. Then 1 9s 9 + 1 10 ഉണ്ടോ? 108 എഴുതി. ആൻസർ ശരിയാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഓരോന്നിനും ആൻസർ ശരിയാണോ എന്ന് നോക്കാം. അടുത്ത നമ്പറും അതുപോലെ നമ്മൾ ചെയ്യണേ. 69 / 3. ആദ്യത്തെ നമ്പർ എടുക്കുന്നു 6. 6-ൽ 3യുടെ ടേബിളിൽ എപ്പോഴാണ് വരുന്നത്? 6 2 അല്ലേ? 3 2s 6. മൈനസ് ചെയ്തു അല്ലേ? 0 ആണ് വന്നത്. മൈനസ് ചെയ്യുമ്പോൾ പിന്നെ ആകെയുള്ള അടുത്ത നമ്പർ ഇറക്കി എഴുതുന്നു 9 അല്ലേ? 3യുടെ ടേബിളിൽ 9 എപ്പോൾ വരുന്നു? യെസ് 3 3s 9. മൈനസ് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പം നമുക്ക് റിമൈനിങ്, അതായത് റിമൈൻഡറായിട്ട്, ഇത് റിമൈൻഡർ എന്ന് പറയാം, അതായത് ബാക്കി റിമൈൻഡർ ലാസ്റ്റ് 0 വരണം. 0 വന്നെങ്കിലേ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ വേറെ ഏതൊരു നമ്പർ വന്നാലും നമുക്ക് ഈക്വലായിട്ട് ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ എത്രയാണ് വന്നത്? ഇതിൻ്റെ 23. ഞാൻ അടുത്തത് നോക്കാം. 90 - 6. 90 / 6. 9 എടുക്കുകയാണ്. 9-ൽ 1 ടൈം അല്ലേ? 1 ടൈമേ പറ്റൂ. 3 ഈ 0 താഴോട്ട് ഇറക്കി. സോ 6ൻ്റെ ടേബിൾ എപ്പോഴാണ് 30 വരുന്നത്? യെസ് 5 6 30 കണ്ടോ? 0. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം എന്താണ്? റിമൈൻഡർ ബാക്കി നമുക്ക് 0 ആയി കിട്ടുന്നത്, ബാക്കി ഒരു സംഖ്യയും കിട്ടുന്നില്ല. അടുത്തത് 232 / 2. 2 ആദ്യത്തെ നമ്പറേ എടുക്കുന്നുള്ളൂ കേട്ടോ. 2 1s 2. മൈനസ് ചെയ്യുന്നു 0. അടുത്ത് ഒരു നമ്പർ ഇറക്കുന്നു അല്ലേ? താഴോട്ട് ഇറക്കുന്നു. 3
1 2s 2 മൈനസ് ചെയ്യുന്നു. എഗെയിൻ റിമൈൻഡർ 1. ഈ 2വിനെ നമ്മൾ താഴോട്ടാക്കുന്നു 2. അപ്പോൾ ഇവിടെ എത്ര വരും? 12 എപ്പോഴാണ് 2ൻ്റെ ടേബിൾ വരുന്നത്? 6 2s 12 0. സോ ആൻസർ ഈസ് 116. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ ചെക്ക് ചെയ്യാം കേട്ടോ, നമ്മൾ പറഞ്ഞ മെത്തേഡിലെ 428 ഡിവൈഡഡ് ബൈ 2. ആദ്യത്തെ നമ്പർ എടുക്കുന്ന 4 അല്ലേ? ഈ 4ൽ 2ൻ്റെ ടേബിൾ 4 എപ്പോഴാണ് വരുന്നത്? 2 2s 4. മൈനസ് ചെയ്യുന്നു 0. അടുത്ത നമ്പർ മാത്രം ഇറക്കിയിരുന്നു. ഓരോന്ന് വെച്ച് വേണം എഴുതാൻ, എപ്പോഴും ഓർത്തണം അത്. ഈ 2ൻ്റെ ടേബിളിൽ ഈ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1 ടൈം അല്ലേ? ദെൻ മൈനസ് ചെയ്യുന്നു 0. എഗെയിൻ അടുത്ത നമ്പർ 8. 2ൻ്റെ ടേബിൾ 8 എപ്പോഴാണ് വരുന്നത്? യെസ് 4 2s 8. ഓക്കെ, നമ്മുടെ പ്രാക്ടീസ് പ്രോബ്ലംസ് ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പ് പ്രോബ്ലംസ് ഉണ്ടോ നോക്കാം. മീര മെയ്ഡ് 204 candles to sell in the market. She makes packet of 6. How many packs will she make? If she packs them in packet of 12, then how many packs will she make? നമുക്കറിയേണ്ടത് മീര 204 ക്യാൻഡിൽസ് മെഴുകുതിരികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി. അല്ല, ഒരു പാക്കറ്റിൽ 6 മെഴുകുതിരി വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി പാക്കറ്റ്സ് വിൽ ഷീ മേക്ക്? എത്ര പാക്കറ്റ് മെഴുകുതിരികൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും? 204 ആകെയുള്ളത്. 204 ഒരു പാക്കറ്റിൽ 6 വെച്ച് അപ്പോൾ എത്ര പാക്കറ്റ് ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയേണ്ടത്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 2വിനകത്തിൽ ആദ്യത്തെ നമ്പർ 2 2വിനകത്ത് 6 പറ്റത്തില്ല. സോ 20 മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നു അല്ലേ? 20 മുഴുവനായിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? 6ൻ്റെ ടേബിളിൽ 20 ഉണ്ടോ? ഇല്ല. നിയറസ്റ്റ് ആയിട്ട് വരുന്നത് 20ക്ക് താഴെ, അത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. 20ക്ക് താഴെയായിട്ട് വരുന്ന നമ്പർ വേണം. 6ൻ്റെ ടേബിളിൽ 20ക്ക് താഴെ വരുന്ന എത്രയാണ്? 6 3s 18 അല്ലേ? മൈനസ് ചെയ്യുക. 10 മൈനസ് 8 2 0. ഇനി അടുത്ത നമ്പറോട് നമ്മൾ ഇറക്കിയിരുന്നു 4 24. 6ൻ്റെ ടേബിളിൽ 24 എപ്പോഴും വരുന്നത്? 6ൻ്റെ ടേബിളിൽ 6 1s 6 6 2s 12 6 3s 18 6 4s യെസ് 24 അല്ലേ? 0. അപ്പോൾ എത്ര ആൻസർ കിട്ടിയത്? ഇപ്പോൾ 34 പാക്കറ്റാണ് ഈ 6 മെഴുകുതിരി വെച്ച് ഒരു പാക്കറ്റിനകത്തിൽ ഉണ്ടാക്കിയാൽ വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നത്. ഇനി 12 പാക്കറ്റ്സ്, അതായത് ഷീ പാക്സ് ദം ഇൻ പാക്കറ്റ്സ് ഓഫ് 12 12 എണ്ണം വെച്ചാണെങ്കിലോ ഈ 204നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈമേ പറ്റും അല്ലേ? 20ക്കകത്തിൽ 12ൻ്റെ ടേബിൾ അറിയണം. 12 1s 12 12 2s 24 ആണ് വരുന്നത്. 20യെക്കാട്ടി വലുതാണ് 2s വരുന്നത്. 12ൻ്റെ രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് 20യെക്കാട്ടി വലുതാണ്. അപ്പോൾ നമ്മൾ ഈ 20യെക്കാട്ടി ചെറിയ സംഖ്യ കൊണ്ട് എടുക്കേണ്ടതുകൊണ്ട് 12 മൈനസ് ചെയ്യുമ്പം 8 ഈ 4 താഴെ എടുക്കണം. ഈ 12ൻ്റെ ടേബിളിൽ നമ്മൾ 84 വരണമെങ്കിൽ അത് എത്രയാണ്? 7 12s ആണ് 84. അപ്പോൾ നമ്മൾ 12ൻ്റെ ടേബിൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആൻസർ എത്രയാണ് അവിടെ വരേണ്ടത്? 17. ഓക്കെ. In a sports day, 161 children are in the school playground. They are standing 7 equal rows. How many children are in each row? 161 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. 7 റോസ് ആയിട്ടാണ് നിൽക്കുന്നത്, 7 റോസ്. അപ്പോൾ 7ൻ്റെ ടേബിൾ 161നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7ൻ്റെ ടേബിൾ 1 നമുക്ക് 1 എന്ന് പറയുന്നത് 7ലേക്കാട്ടി ചെറിയൊരു സംഖ്യ, അത് എടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അടുത്ത സംഖ്യയുടെ ചേർത്ത് നമ്മൾ 16 എടുക്കുന്നു. 16ൽ നിന്ന് 7 എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും നോക്കി? 2 ടൈംസ് അല്ലേ? 7 2s 14 അല്ലേ? 14 മൈനസ് ചെയ്തേ. 161 ഡിവൈഡഡ് ബൈ 7 7 2s 14 മൈനസ് 2 21. അടുത്ത ഇനി എത്രയാണ് വരുന്നത്? യെസ് 7 3s 21. എത്ര ആൻസർ കിട്ടുന്നത്? 23. എത്ര കുട്ടികളുണ്ട് ഒരു റോയിൽ? 23 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഓക്കെ.
അടുത്തത് സ്റ്റോറി പ്രോബ്ലം. സൃഷ്ടിസ് ഗ്രാൻഡ്മ ഈസ് ആസ്കിങ് ഹെർ ടു മേക്ക് പ്രോബ്ലം. സൃഷ്ടിയുടെ ഗ്രാൻഡ് മദർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണേ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ക്വസ്റ്റ്യൻ ഓൺ ഇറ്റ്. ഇനി തന്നിരിക്കുന്ന ഇതിനകത്തിൽ ഒരു പിക്ചർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. There are 3 crates each. Crates have 24 borders in it. My question is, how many borders are there in all? നോക്കി ഇവിടെ ക്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ മുട്ടയ്ക്ക് വരുന്ന ചെറിയ പാത്രം കണ്ടിട്ടില്ലേ, അതാണ്. അതിനകത്ത് ഒരെണ്ണത്തിൽ 24 ബോട്ടിൽസ് ഉണ്ട്. അങ്ങനെയാണ് ഈ 3 എണ്ണത്തിൽ എത്ര ഉണ്ടെന്നാണ് നമ്മുടെ സൃഷ്ടിയുടെ ചോദ്യം. ഹൗ മെനി ബോട്ടിൽസ് ആർ ദെയർ ഇൻ ഓൾ. ഇപ്പോൾ എത്ര എന്ന് പറഞ്ഞാൽ 3 ക്രേറ്റ്സ് ഉണ്ട്, ഒരെണ്ണത്തിൽ 24. സോ മൊത്തം എത്ര വരും? ഹൗ മെനി ബോട്ടിൽസ് ആർ ദെയർ ഇൻ ഓൾ. മൊത്തം എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24 ബോട്ടിൽസ് ഉണ്ട്, 3 ക്രേറ്റ്സ് ഉണ്ട്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുക. 4 3s are 12. 1 is remaining. 2 3s are 6 plus 1 7. 72 അല്ലേ? 72 ബോട്ടിൽസ് ആണ് മൊത്തം ഉള്ളത്. നോക്കിയേ, there are 8 packets of റാഗീസ്. 8 പാക്കറ്റ് റാഖികളുണ്ട്. ഈച്ച് പാക്കറ്റ് ഹാസ് 6 റാഖീസ്. ഓരോന്നിലും 6 എണ്ണം വെച്ചാണ്. 1 2 3 1 2 3 അങ്ങനെ ഉണ്ട്. ഇനി എന്താണ്, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്? ഹൗ മെനി റാഖീസ് ആർ ദെയർ ഇൻ ഓൾ പാക്കറ്റ്സ്. എല്ലാ പാക്കറ്റ്സിലും കൂടെ എത്ര റാഖീസ് ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര നോക്കിയേ, ഒരു പാക്കറ്റിൽ ദർ ആർ 8 പാക്കറ്റ്സ്. മൊത്തത്തിൽ 8 പാക്കറ്റാണുള്ളത്. അതിൽ ഒരു പാക്കറ്റിൽ 6 എണ്ണമുണ്ട്. ടോട്ടൽ എത്ര കിട്ടും? 8 × 6 എത്രയാണ്? യെസ്, 48. മനസ്സിലായോ? അടുത്തത്, there are 10 packets of sugar. Surab paid 110 rupees for all the packets. 10 പാക്കറ്റ് ഷുഗർ ഉണ്ട്. മൊത്തത്തിനും കൂടെ സൗരഭ് കൊടുത്തത് എത്രയാണ്? 110 രൂപയാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ. നോക്കിയേ, ഏത് ക്വസ്റ്റ്യനാണ്? ഹൗ മച്ച് റുപ്പീസ് സൂറബ് പേ ഫോർ 1 പാക്കറ്റ്. ഒരു പാക്കറ്റിന് അവൻ എത്ര രൂപ കൊടുക്കണം എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയേ. 110 രൂപ അവൻ കൊടുത്തു. എത്ര പാക്കറ്റിനാണ്? 10 പാക്കറ്റിന്. അപ്പോൾ ഒരു പാക്കറ്റിനെ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 110 കൊണ്ട് 10 പാക്കറ്റ്സ് ആണുള്ളത്, അത് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്താൽ മതി? ആ 0 അങ്ങ് മാറ്റിയാൽ മതി. സോ ആൻസർ ഈസ് 11. അപ്പോൾ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അതായത് ഒരെണ്ണത്തിൻ്റെ വില തന്നിട്ട് ഉണ്ടോ, ഒരെണ്ണത്തിൻ്റെ തന്നിട്ട് മൊത്തത്തിൻ്റെയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. 8 പാക്കറ്റ് ഉണ്ട്, ഒരു പാക്കറ്റിൽ 6 ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ ഇവിടെ കണ്ടോ, മൊത്തം തന്നിട്ടുണ്ട്, മൊത്തം റുപ്പീസ്, ഇതിൻ്റെ മൊത്തം റുപ്പീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഐറ്റംസിൻ്റെ എണ്ണവും തന്നിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു. ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ അതുപോലെ there are 35 students in 7 rows. Each row has the same number of students. 35 സ്റ്റുഡൻസ് ഉണ്ട് 7 റോയിലായിട്ട്, 7 വരിയിലായിട്ട്. ഓരോ വരിയിലും കറക്റ്റ് എണ്ണം ഒരേ എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ 1 റോ. ഒരു റോയിൽ എത്ര കുട്ടികളുണ്ട്? ഇവിടെ എങ്ങനെ കണ്ട് ഒരാടെയാണ്, ഒരു റോയിലേ കണ്ടേ അല്ലേ. ഒരു റോയിലേ കാണാൻ എന്താ ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിനെ ആ റോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 35 ഡിവൈഡഡ് ബൈ 7. എത്ര ആൻസർ വരുന്നത്? യെസ്, 5. മനസ്സിലായോ? ഓരോ റോയിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ഹരി, സീമ, ഷിങ്കു, ലക്ഷ്മി ആർ ഗോയിങ് ടു ഗുവാഹത്തി. ഗുവാഹത്തിയിൽ അവർ പോവാണ്. ദ കോസ്റ്റ് ഓഫ് 1 റെയിൽ ടിക്കറ്റ് ഈസ് ₹62. ഒരു റെയിൽ ടിക്കറ്റിന് 62 രൂപയാണ്. നോക്കിയാൽ ഇവിടെ എത്ര പേരുണ്ട്? 1 2 3 4 4 പേരുണ്ട്. നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഹൗ മെനി റുപ്പീസ് ഡിഡ് ദേ പേ ഫോർ ഓൾ ദ 3 ടിക്കറ്റ്സ്. ഈ 3 ടിക്കറ്റിനും കൂടെ അവർ എത്ര രൂപ കൊടുക്കണം? ഒരു ടിക്കറ്റിന് എത്രയാണ്? 62. 3 ടിക്കറ്റിനാകുമ്പം
ഉണ്ടോ? 3 എണ്ണം എന്ന് പറയുമ്പോൾ എണ്ണം ഒരെണ്ണത്തിൻ്റെ ഒന്ന് കൂടുതൽ എണ്ണത്തിൻ്റെ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 2s 6, 6 3s 80. എത്ര റുപ്പീസാണ്? 186 റുപ്പീസ് കൊടുക്കേണ്ടി വരും. 1 meter of cloth cost 20 rupees. Lal Bag bought some cloth and paid rupees 140. നോക്കിയേ, ഇവിടെ 140 റുപ്പീസിന് തുണി വാങ്ങിച്ചു. 1 മീറ്ററിന് 20 രൂപ. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ലാൽ ബാഗ് ഡിഡ് ബൈ? എത്ര മീറ്റർ ക്ലോത്താണ് ആര് വാങ്ങിച്ചത്? ലാൽ ബാഗ് വാങ്ങിച്ചത് എന്നാണ് ചോദ്യം. സോ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? 140 റുപ്പീസാണ് ടോട്ടൽ പേ ചെയ്തത്. 1 മീറ്ററിന് എത്രയാണ്? 20. സോ എത്ര മീറ്റർ വാങ്ങിക്കുന്നു എന്നറിയാൻ 140 ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ മതി. 0 0 ക്യാൻസൽ ചെയ്യാം. 14/2. 2ൻ്റെ ടേബിളിൽ 14 എപ്പോഴാണ് വരുന്നത്? യെസ്, 7 2s 40. ഓക്കെ, ആൻസർ ഗസ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടേ. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണേ.